സന്തോഷ വാർത്തയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. മൊസാദിൻ്റെ ഏറ്റവും വലിയ കണ്ണിയായിട്ടുള്ള 200ഓളം വരുന്ന ഓപ്പറേഷനുകൾക്ക് നേതൃത്വം വഹിച്ച ഒരു മൊസാദ് തലവനെ ഇന്ന് തൂക്കിലേറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായി അവർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടനേകം കുറ്റകൃത്യങ്ങൾ അഥവാ ഓപ്പറേഷനുകൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓപ്പറേഷനുകൾ, അതിൽ ഈ അടുത്ത് യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് നടത്തിയ ഒരുപാട് ആളുകൾ, സയൻറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊലവിളിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തതിൽപ്പെട്ട ഒരു പ്രധാനിയായിരുന്നു, മൊസാദിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ഇന്ന് കൊല ചെയ്യപ്പെട്ട ഈ വ്യക്തി. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനേകം ആനുകൂല്യങ്ങൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നിരസിച്ചുകൊണ്ടാണ് ഈ ഇന്നത്തെ തൂക്കിലേറ്റലുകൾ ഇറാനിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളരെ ധൈര്യസമേതം ഇറാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇറാൻ ഈ ലോകത്ത് വളരെയേറെ സമാധാനത്തെ ആഗ്രഹിക്കുകയും അതോടൊപ്പം സമാധാനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാജ്യമാണ്. തൻ്റെ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും അഥവാ മൈഗ്രൻ്റായിട്ട് വന്ന ആളുകളൊക്കെയും ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി മൊസാദിൻ്റെ ഏതെങ്കിലും ആളുകളെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു തരില്ല എന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു വിവരം കൂടി ഇതിൻ്റെ പിന്നാലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കോളജി വിദ്യാർത്ഥിയായിരുന്നു ഈ മനുഷ്യൻ. അഖിൽ എന്നാണ് ഈ മനുഷ്യൻ്റെ പേര്. അതുപോലെ തന്നെ ഉർമിയ സർവകലാശാലയിലെ അക്കാദമിക് കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇറാനിലേക്ക് ഈ ചാരൻ വന്നിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് മൊസാദിൻ്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ കാര്യങ്ങളും നീക്കിക്കൊണ്ടു പോയത്. വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ വിധിച്ചിട്ടുള്ള കീഴ്ക്കോടതി വിധി അതേപോലെ ഇറാൻ്റെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂണിലെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം ചാരപ്രവർത്തിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ട അവസാനത്തെ വ്യക്തി കൂടിയായിട്ടായിരുന്നു ഇദ്ദേഹം. ഇനിയും ഒരുപാട് ആളുകൾ അവരുടെ തുറങ്കൽ ഉണ്ട് എന്നുള്ളതും ചോദ്യം ചെയ്ത് വരികയാണെന്നുള്ളതും കുറ്റം തെളിഞ്ഞാൽ അർഹമായ ശിക്ഷ നൽകുമെന്നുമാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വയസ്സ് 27 വയസ്സാണുള്ളത്. ഇന്നിപ്പം തൂക്കിലേറ്റ് ശിക്ഷ നിർവഹിച്ചിട്ടുള്ള ഉർമിയ നഗരത്തിൽ വെച്ചിട്ടാണ് ശിക്ഷ നടപ്പിലാക്കിയത്. അതിൽ 27 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ്റെ ചാരപ്രവർത്തനം എല്ലാം കൊണ്ടും തെളിയിക്കപ്പെടുകയും അതിൻ്റെ കീഴ്ക്കോടതി ശരിവെക്കുകയും ആ വിധിയെ സുപ്രീം കോർട്ട് അത് ഉപോത്ബലകമാക്കി കൊടുക്കുകയും ചെയ്തതിനു ശേഷം ആ വിധി അവിടെ നടപ്പിലാവുകയും ചെയ്തു. ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ കണ്ണിലെ കരടാണ്. മാത്രമല്ല എടുത്താൽ പൊന്താത്ത രൂപത്തിൽ ഇറാൻ വലിയ രൂപത്തിൽ വളർന്ന് വലുതായിട്ടുണ്ട് എന്നും പറയാൻ പറ്റുന്ന പാകത്തിലാണ് വന്നിട്ടുള്ളത്. കാത്തിരുന്ന് കാണാം എന്തൊക്കെ വിശേഷങ്ങളുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും നന്ദി.